ഹജ്ജ് സീസണിൽ അനധികൃതമായി ഭക്ഷണം പാകം ചെയ്ത് വിതരണം നടത്തുന്നവർക്കെതിരെ അതോറിറ്റിയുടെ ശക്തമായ മുന്നറിയിപ്പ്. പിടിക്കപ്പെട്ടാൽ 10 വർഷം തടവും 1 കോടി റിയാൽ വരെ പിഴയും ലഭിക്കും. തീർത്ഥാടകരുടെ സുരക്ഷ പരിഗണിച്ചാണ് കടുത്ത നടപടി. ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി ഭക്ഷണ വിതരണം നടത്തുന്നവർക്കെതിരെയാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. 10 വർഷം വരെ തടവും 1 കോടി റിയാൽ വരെ പിഴയും ചുമത്തും. നിയമലംഘനങ്ങളോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഭക്ഷണശാലകളും വെയർഹൌസുകളും ഫുഡ് ലോ പ്രകാരമുള്ള എല്ലാ നിബന്ധനകളും പാലിക്കണം. ലൈസൻസ് ഉള്ള പരിധിക്കപ്പുറം ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ പാടില്ല. അധികൃതർ അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ച് ഔദ്യോഗിക അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കാവൂ. ജയിൽ ശിക്ഷയ്ക്കും വൻതുക പിഴയ്ക്കും പുറമെ 180 ദിവസം ബിസിനസ് ചെയ്യുന്നതും വിലക്കും. 1 വർഷം വരെ ലൈസൻസ് റദ്ദാക്കുകയോ സസ്പെൻഡ് ചെയ്യുന്നതും ശിക്ഷയുടെ ഭാഗമാണ്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 199999 എന്ന നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ കർശനമാക്കുക. മീഡിയ 1 മക്ക.